ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട്? എല്ലാവരും നല്ല മഴ എൻജോയ് ചെയ്തിരിക്കുകയാണല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഓട്സ് വെച്ചിട്ടുള്ള 2 റെസിപ്പികളാണ്. ഒന്ന് ഓട്സ് കഞ്ഞിയും അതുപോലെ ഓട്സ് ഊത്തപ്പം. ഇത് രണ്ടും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയതാണ്, പ്രത്യേകിച്ച് വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക്. അപ്പോൾ ആദ്യം നമുക്ക് ഓട്സ് കഞ്ഞി ഉണ്ടാക്കാം. അപ്പോൾ അതിനൊരു പാത്രത്തിൽ ഞാനിപ്പോൾ ഒരാൾക്കുള്ള അളവിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിനൊരു പാത്രത്തിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് ഒരു പിഞ്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ചെറിയൊരു സവാള ചെറുതായി അരിഞ്ഞിട്ട് ഇട്ടൊന്ന് വാട്ടിയിട്ട് പിന്നെ അതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റും കൊത്തിയരിഞ്ഞത്, പിന്നെ ഒരു പീസ് ക്യാപ്സിക്കം പൊടിയായി അരിഞ്ഞതും, ഒരു എരിവിന് വേണ്ടി ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുക. പച്ചമുളകിന് പകരം കുരുമുളക് ചതച്ചിട്ട് കൊടുത്താലും മതി. പിന്നെ ഇതിലേക്ക് ബീൻസ് കൊത്തി അരിഞ്ഞിടുക, അതുപോലെ ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസും ഇട്ട് കൊടുക്കുക. അതൊക്കെ നമ്മൾ ഇഷ്ടത്തിന് ഇടാം. പിന്നെ അതിന് അല്പം ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരല്പം വെള്ളത്തിൽ ഒന്ന് വേവിച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് ഈ പച്ചക്കറി ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഓട്സ് ഇപ്പോൾ ഒരുവിധ ആൾക്കാർ ഡെയിലി കഴിക്കുന്നതാണ്, പ്രത്യേകിച്ച് വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ കൊളസ്ട്രോളൊക്കെ ഉള്ള ആൾക്കാർ. ഇപ്പോൾ ഇതുപോലെ നമ്മൾ ഇടയ്ക്ക് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കഞ്ഞി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഈ പച്ചക്കറി വെന്തയിലേക്ക് ഞാനൊരു 1/4 കപ്പ് ഓട്സ് ഇട്ടിട്ടുണ്ട്. അതുപോലെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു 1.5 കപ്പ് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ കഞ്ഞിയുടെ പാകത്തിനായി കിട്ടും. ഇതിപ്പോൾ ഒരാൾക്ക് കുടിക്കാനുള്ള അളവിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിലേക്ക് നമുക്ക് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഒരു 3-4 ബദാം ഇട്ട് കൊടുക്കാം. ഉണ്ടെങ്കിൽ മാത്രം മതി. അപ്പോൾ അതിൽ കിടന്നൊന്ന് തിളച്ച് വെന്ത് വരുമ്പോൾ അത് കുടിക്കുമ്പോൾ നല്ലതാണ്, എനിക്ക് ഹെൽത്തിന് നല്ലതാണല്ലോ. ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിലിട്ട് ഒരു 2-3 മിനിറ്റ് വേവിച്ചെടുക്കുക. ഓട്സ് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് ശരിക്കും ഷുഗർ പേഷ്യൻസിനും കുടിക്കാൻ പറ്റിയതാണ് കേട്ടോ. ക്യാരറ്റ് കുറച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ കൂടെ കറിയൊന്നും ആവശ്യമില്ല ശരിക്കും. വേണമെങ്കിൽ നമുക്കൊരു എഗ്ഗ് ഫ്രൈ ചെയ്തെടുക്കാം. എഗ്ഗ് അല്ലെങ്കിൽ എഗ്ഗ് വൈറ്റ് മാത്രമായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് കഴിക്കും. പിന്നെ ഉണ്ടെങ്കിൽ ഇത്തിരി മല്ലിയില ഇട്ട് കൊടുത്താൽ നല്ലതാണ്. അതുപോലെ ഒരല്പം കുരുമുളക് പൊടിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മതി കേട്ടോ. സൂപ്പിലൊക്കെ നമ്മൾ കുരുമുളക് ഇടാറില്ലേ, ശരിക്കും ഇത് സൂപ്പ് കുടിക്കുന്ന പോലെ തന്നെ തോന്നും. നമുക്കറിയാം ഓട്സ് ഫൈബർ റിച്ച് ആയിട്ടുള്ളൊരു ന്യൂട്രീഷ്യസ് ഫുഡാണ്. അതുകൊണ്ടാണ് ആളുകൾ എല്ലാവരും ഇത് മെയിനായിട്ട് ഫുഡിൽ ഡെയിലി ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ അത് നമ്മൾ ഒരേ രീതിയിൽ തന്നെ കഴിച്ചാൽ നമുക്ക് മടുപ്പ് വരും. അപ്പോൾ നമുക്ക് വ്യത്യസ്തമായിട്ട് ഓട്സ് കൊണ്ട് ഓരോന്ന് ഉണ്ടാക്കി കഴിക്കണം. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ഓട്സ് വെച്ചിട്ട് ഞാനൊരു ഊത്തപ്പം ഉണ്ടാക്കുന്നുണ്ട്. ഇതും ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 2 കപ്പ് ഓട്സ് എടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഒരു 2-3 പേർക്ക് കഴിക്കാനുണ്ടാവും ഇത്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് തരിതരിപ്പോടുകൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയിലിട്ട്. അപ്പോൾ നമുക്ക് ദോശ പോലെ ആക്കി ഉണ്ടാക്കുന്നതല്ലേ, അപ്പോൾ അത് പൊടിച്ചെടുക്കുന്ന നല്ലത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് തൈര് ഒഴിക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ ദോശമാവ് വെച്ചിട്ട് ഊത്തപ്പം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇത് ഓട്സ് വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ച് തൈരൊക്കെ ഇതിലേക്ക് ചേർക്കുന്നത് നല്ലതാണ്. അതുപോലെ പാകത്തിന് ഉപ്പിട്ടിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ കലക്കിയെടുക്കണം. ശരിക്കും ഇത് ദോശമാവിൻ്റെ ഒരു പരുവത്തിൽ കലക്കിയെടുത്താൽ മതി. അപ്പോൾ അത് തീരെ കലക്കി വരുമ്പോൾ കട്ടയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിലേക്ക് കുറച്ചൊരു സ്റ്റിഫ്നെസ് കിട്ടുന്നതിന് ഞാൻ 2 ടേബിൾ സ്പൂൺ റവ ചേർക്കുന്നുണ്ട്. ഇതല്ലെങ്കിൽ അതിന് പകരമായിട്ട് അരിപ്പൊടി ചേർത്താലും മതി കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു ടീസ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ദോശമാവിൻ്റെ പരുവത്തിൽ തന്നെ നമുക്ക് കലക്കി വെക്കാം. അതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതാണ്. അപ്പം തന്നെ ചൂടാ, പക്ഷേ ഒരു തൈരൊക്കെ ചേർത്ത കാരണം കൊണ്ട് മാവെല്ലാം കൂടെ ഒന്ന് മിക്സായി വരാൻ ഒരു 10 മിനിറ്റ് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചട്ടി ചൂടായിട്ട്, ദോശനയിലും കുറച്ചും കൂടെ കട്ടിയിലാണല്ലോ നമ്മൾ ഊത്തപ്പം ഉണ്ടാക്കുക, അല്പം കട്ടി ഉണ്ടാവും. അപ്പോൾ ഒഴിച്ച ഉടനെ തന്നെ അത് പരത്തി ഒഴിച്ചിട്ട് നമുക്കിതിൻ്റെ മേലെ കൊത്തി അരിഞ്ഞ സവാള, അതുപോലെ തക്കാളി, ക്യാപ്സിക്കം, ഇത് 3 എടുത്തേക്കണം കേട്ടോ. പിന്നെ മല്ലിയില എടുത്തിട്ടുണ്ട്. ഒരു 2 പച്ചമുളക് എടുത്ത് പൊടിയായി അരിഞ്ഞതാണ് ഇതൊക്കെ. ഇതിന് ചുറ്റും ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നല്ലൊരു മൊരിഞ്ഞ് കിട്ടും നമുക്ക്. അടിഭാഗം നല്ലോണം ഒന്ന് മൊരിഞ്ഞ് ബ്രൗൺ കളറായിട്ടാണ് നമ്മളിതൊന്ന് വേണമെങ്കിൽ മറിച്ചിട്ട് കൊടുക്കണം. പിന്നെ മേലെ പച്ചക്കറികൾ ഇട്ട കാരണം മറിച്ചിടുമ്പോൾ ശ്രദ്ധിക്കണം. അതുപോലെ 2 സൈഡും മൊരിഞ്ഞ് കിട്ടിയാലോ അത് കഴിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റുള്ളൂ. ചിലവരിത് ഒരു വശം മാത്രം അങ്ങനെ മറിച്ചിടാറില്ല. അപ്പോൾ ഇതുപോലെ തന്നെ അങ്ങനെ ഇടുമ്പോൾ കാണാൻ കുറച്ച് ഭംഗിയുണ്ടാവും. ഇത് ശരിക്കും ഷുഗർ പേഷ്യൻസിനും അതുപോലെ തടി കുറക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഉണ്ടാക്കാനാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ. ശരിക്കും ഒരു പിസയുടെ ഒക്കെ ഒരു സ്മെല്ലാണ് ഈ ക്യാപ്സിക്കം ഇടുന്നത് കാരണം കൊണ്ട് തന്നെ. ഞാൻ സംസാരിച്ച് തന്ന ഉള്ളി ഇച്ചിരി മൊരിഞ്ഞു പോയിട്ടാ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇത്ര മൊരിയിക്കണ്ട ഉള്ളി. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ടും ചെറിയ തീയിലിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ കാണാൻ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. ഇത് ഞാൻ ഈ മാവ് കൊണ്ട് തന്നെ സാധാ ദോശ ഉണ്ടാക്കി കാണിച്ചു തന്നാണ്. അതുപോലെ കട്ടി കുറച്ച് പരത്തിയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ചട്നി കൂട്ടി കഴിക്കാം.
ഇനിയിപ്പോൾ പച്ചക്കറിയും ഉള്ളിയൊക്കെ ഇടുന്ന ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ പ്ലെയിനായിട്ട് ഓട്സ് കൊണ്ട് ദോശ ഉണ്ടായി കഴിക്കാം. അതും നല്ലതാണ് കഴിക്കാൻ. എന്തായാലും നമ്മുടെ ഊത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് ഒരെണ്ണെടുത്തൊന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ നല്ല ഉള്ളി ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ചമ്മന്തിയാണ്. എന്നാൽ അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. എന്തായാലും നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അല്പം ചമ്മന്തി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് ഈ ഒരു ഊത്തപ്പത്തിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഉള്ളിയും ക്യാപ്സിക്കവും തക്കാളിയൊക്കെ ഉണ്ടല്ലോ, മല്ലിയിലൊക്കെ, ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു പീസ് എടുത്തിട്ട് നമുക്ക് ഈ ചമ്മന്തിയിലൊന്ന് പതുക്കെ മുക്കിയിട്ട് ശരിക്കും ഇതൊന്ന് വായിലേക്ക് വെച്ച് കഴിക്കുമ്പോണ്ടല്ലോ, ഞാനൊന്നും പറയുന്നില്ല, ഇത് നമ്മൾ ശരിക്കും കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു ഊത്തപ്പമാണിത്. അതുപോലെ ഞാൻ ആദ്യം ഉണ്ടാക്കിയ ഓട്സ് കഞ്ഞി ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കണം. അപ്പോൾ നിങ്ങളുടെയൊക്കെ വിലയേറിയൊരു കമൻസാണ് എന്നും ഞങ്ങൾക്കൊരു സപ്പോർട്ട്. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.